ഗവർണർക്കെതിരെയുള്ള എസ്എഫ്ഐയുടെ പ്രതിഷേധത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഭീഷണിയും കയ്യൂക്കും കൊണ്ട് രാജ്ഭവനെ കൈപ്പടിയിലൊതുക്കാം എന്ന സിപിഎം കരുതേണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ആലുവയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടിസ്ഥാനരഹിത പ്രചാരണം നടത്തുകയാണെന്നും AKG സെന്ററിന്റെ ഭരണം അവസാനിക്കാൻ പോകുന്നതിന്റെ വേവലാതിയാണ് CPM-നെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. നിയമപരവും ഭരണഘടനാപരവുമായ ആ തീരുമാനത്തെ തൊട്ടുകളിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സർക്കാരും തമ്മിലുണ്ടായ പ്രശ്നത്തിന് ആരാണ് ഉത്തരവാദി? ആരാണ് പ്രകോപനം തുടങ്ങിയത്? കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും ചാൻസലർ പദവിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കേരള ഗവർണറെ ഒരു സർവകലാശാലയിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. വളരെ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കേണ്ട നാട് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന പരസ്യമായി ചാൻസലർ ആയിരിക്കുന്ന ഗവർണറെ ഒരു സർവകലാശാലയിലും കാലുകുത്തിക്കില്ലെന്ന് പറഞ്ഞു. പ്രകോപനത്തിന് ആരാണ് ഉത്തരവാദി? സർക്കാർ തന്നെയാണ് ഉത്തരവാദി. എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം? സർവകലാശാലകളിലെ ഭരണത്തിലുള്ള നിയന്ത്രണം CPM-ന് നഷ്ടമാവുന്നു എന്നുള്ളതാണ്. നാം അറിയേണ്ട ഒരു കാര്യം, ഓർക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ UDF ഭരിക്കുമ്പോഴും എല്ലാ സർവകലാശാലകളുടെയും നിയന്ത്രണം CPM-നാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ ജനാധിപത്യ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും നിയന്ത്രണം എല്ലാ കാലത്തും CPM-നാണ്. ജനാധിപത്യ വിരുദ്ധമായി സർവകലാശാലകളുടെ സ്വയംഭരണത്തെ തകർത്തുകൊണ്ട് അവർ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. കേരളത്തിൽ ഇത്രയും കാലം വന്ന ഗവർണർമാരിൽ ഗവർണറുടെ നോമിനിയായി അയക്കുന്നത് ചീഫ് സെക്രട്ടറിമാരെയാണ്. സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും അതുപോലെ UGC മറ്റ് വൈസ് ചാൻസലർ നിയമനത്തിലേക്കും ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ കാലുകുത്തുന്നത് വരെ ഇവിടെ വന്ന എല്ലാ ഗവർണർമാരും ഗവർണറുടെ പ്രതിനിധിയായി സർവകലാശാലകളിലേക്ക് അയക്കുന്നത് ചീഫ് സെക്രട്ടറിമാരെയാണ്. അതായത് സംസ്ഥാനത്ത് CPM-ന്റെ ഭരണമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സർവകലാശാലകൾ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ ദുരന്ത ഫലം? ഇന്ന് ചില മാധ്യമങ്ങളടക്കം ഗവർണറെ, മാധ്യമപ്രവർത്തകർ വളരെ മോശമായ വാക്കുകളിൽ ഗവർണറെ വിമർശിക്കുന്നത് കണ്ടു. ഇതേ മാധ്യമങ്ങൾ തന്നെയല്ലേ ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമിച്ചതിന്റെ പേരിൽ വാർത്തകൾ കൊടുത്തത്? പ്രൊഫസർമാരെയും അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും അധ്യാപകരെയും രജിസ്ട്രാർമാരെയും VC-മാരെയും ഒക്കെ നിയമിക്കുന്നതിൽ പാർട്ടി ഓഫീസിൽ നിന്നുള്ള നിയന്ത്രണം, അവിടുത്തെ കത്തുമായിട്ട് വന്ന് അവരെയൊക്കെ നിയമിക്കുന്നതിനെതിരായിട്ട് നമ്മൾ വാർത്ത കൊടുത്തു. രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളെ അനധികൃതമായി സർവകലാശാലകളിൽ തിരികെ കയറ്റുന്നത് നാം കണ്ടതല്ലേ, നമ്മളെല്ലാവരും വാർത്തയാക്കിയതല്ലേ. അതെല്ലാം അവസാനിക്കാൻ പോകുന്നു. AKG സെന്ററിൽ നിന്നുള്ള ഭരണം കേരളത്തിലെ സർവകലാശാലകളിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വേവലാതിയുടെ അടിസ്ഥാനം. ആലുവയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീഷണിയും കയ്യൂക്കും കൊണ്ട് രാജ്ഭവനെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് CPM കരുതേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതൊന്നും ശരിയായ നടപടിയല്ല. ഭീഷണിയും കയ്യൂക്കും കായബലവും കൊണ്ട് രാജ്ഭവനെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അത് നടപ്പില്ല. ഇപ്പോൾ ഒരു സെനറ്റിന്റെ നിയമനം മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇനി എല്ലാ സെനറ്റിലും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു വരും. നിങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് കേരളത്തിലെ സർവകലാശാലകളെ മോചിപ്പിക്കും, സ്വയംഭരണം കൊണ്ടുവരും. അവിടെ BJP ഇല്ല, RSS ഇല്ല, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുമില്ല. ഞങ്ങൾ AKG സെന്ററിൽ നിന്ന് കത്ത് കൊടുത്തയക്കുന്നത് പോലെ മാരാർജി ഭവനിൽ നിന്ന് ആ സ്വഭാവം ഞങ്ങൾക്കില്ല. നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങൾ പറയുന്നത്. മാരാർജി ഭവനിൽ നിന്നോ മാധവ നിവാസിൽ നിന്നോ ആർക്കും കത്ത് കൊടുക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ സർവകലാശാലകളുടെ സ്വയംഭരണം പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് നടപ്പാവുന്നത്. ഈ ഗവർണറെ ഉടനെ മാറ്റണമെന്നൊക്കെ ചില ആൾ പറഞ്ഞിരിക്കുക. തിരിച്ചു വിളിക്കണം. ഗവർണർ 5 കൊല്ലം കൂടി കേരളത്തിൽ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ. നല്ല നാടൻ ഐറ്റംസ് മുതൽ അറബിക്ക്, ചൈനീസ്, മലായി, സ്പാനിഷ്, അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിലെ തീരത്ത് നിന്ന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.